കുട്ടികൾക്ക് സ്നാക്കൊക്കെ വേണമെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഇപ്പോൾ വീട്ടിൽ ബ്രെഡ് ഇരിപ്പുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. നമുക്ക് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് അതൊരു സ്റ്റീൽ ബൗളിലേക്ക് ഞാനങ്ങ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്നുകൂടെ നല്ലൊരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് നനഞ്ഞ് കിട്ടിയാൽ മതി. ഓവറായിട്ട് പാൽ ഒഴിച്ച് കൊടുക്കണം. പാലിന് പകരം നിങ്ങൾക്ക് വെള്ളം മതിയെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താലും മതി. പാലാകുമ്പോൾ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ പാല് നിർബന്ധമല്ല, വെള്ളമാക്കിയാലും മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുക, ഒട്ടി പിടിക്കരുത്. ആ രീതിയിൽ വേണം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കൈ വെച്ചിട്ട് നനച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ അത് ആവി കയറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അത്രയും ആയാൽ തന്നെ നല്ല സോഫ്റ്റായിട്ട് വരും ഇത്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. പിന്നെ അതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചിരവിയതൊന്ന് സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കണേ. പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പാൻ വെച്ച് ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പോ മുന്തിരിയൊക്കെ ഒന്നിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. ഞാൻ ബ്ലാക്ക് റൈസിൻസ് ആണ് എടുക്കുന്നത്. അതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ നെയ്യോട് കൂടെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നെയ്യോട് കൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഈ ഒരു പലഹാരം റെഡി. അടിപൊളിയാണ്, ഉണ്ടാക്കാൻ വളരെ സിമ്പിളുമാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടമാവും കേട്ടോ. ഇവിടെ മക്കൾക്ക് ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ബ്രെഡ് ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഉണ്ടാക്കിയത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പലഹാരമല്ലേ. അതുകൊണ്ട് തന്നെ അവർക്കും ഇഷ്ടമാണ്, നമുക്ക് ഉണ്ടാക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറന്നു പോയല്ലേ. താങ്ക്